എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പുത്തൻകുരിശാണ്. വൈറ്റിലെ മൂവാറ്റുപുഴ മെയിൻ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും 50 മീറ്റർ മാറിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നല്ലൊരു വില്ലയാണ്. മാത്രമല്ല 5 സെന്റ് ഭൂമിയിൽ 2200 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ സ്റ്റഡി പ്ലസ് യൂട്ടിലിറ്റിയും കൂടിയാണ്. മനോഹരമായിട്ട് വീട് ഒരുക്കിയിട്ടുണ്ട്. ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന മതിൽ കൊടുത്തിട്ടുണ്ട്. ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. 2 പില്ലറിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിംഗ് ഗേറ്റ് ആണ് ഇവിടെ വന്നുള്ളത്. ഒന്ന് ഫോൾഡിംഗ് ഗേറ്റും ആണ് വന്നുള്ളത്. വിശാലമായിട്ടുള്ളൊരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. നല്ല വലിയ വാഹനം ഈസി ആയിട്ട് നമ്മുടെ അകത്തേക്ക് കടന്ന് വീഴുകയും ചെയ്യും. മാത്രമല്ല വെയിലും മഴയൊന്നും കൊള്ളാതെ അകത്ത് സുരക്ഷിതമായിട്ട് കിടക്കുകയും ചെയ്യും. ഇവിടെയായിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്. ഈ വശം വരുന്നത് ഈസ്റ്റ് സൈഡും ഇത് വരുന്നത് നോർത്ത് സൈഡുമാണ്. അപ്പം വീടിൻ്റെ ദർശനം വരുന്നത് നോർത്തിലേക്കാണ്, അതായത് വടക്കോട്ടാണ്. ഇപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് നല്ലൊരു കിണർ വന്നിട്ടുണ്ട്, ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വാട്ടർ സോഴ്സ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി KW വാട്ടർ കണക്ഷൻ എടുക്കാവുന്നേ ഉള്ളൂ. അതിൻ്റെ പ്ലംബിംഗ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വീട് നമ്മൾ മൊത്തത്തിലൊന്ന് പ്രദക്ഷിണം ചെയ്ത് കാണാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ വരാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് വെസ്റ്റ് സൈഡാണ്, ഇത് നോർത്ത് സൈഡാണ്. ഇവിടെയും നമുക്കൊരു വലിയൊരു വാഹനം നമുക്ക് ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസും തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഫ്രണ്ടിൽ ഇതുപോലുള്ളൊരു ഗ്രാസിൻ്റെ വർക്കും മറ്റു കാര്യങ്ങളൊക്കെ, അതായത് ചെടികൾ വെക്കാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണെന്ന് പറഞ്ഞ് ഇവിടെ ഒരു ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. അടുക്കളയുടെ ഭാഗമാണ് ഈ കാണുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ് അടുക്കള വന്നിട്ടുള്ളത്. ഇവിടെ 2 സൈഡിലായിട്ട് ഗ്യാസിൻ്റെ സിലിണ്ടർ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ലോക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് കോപ്പർ ലൈനും മറ്റുമൊക്കെ അടിച്ച് നീറ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വരാൻ പോകുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്, അതായത് തെക്ക് പടിഞ്ഞാറ് വശമാണ്. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ നടാനും അതുപോലെ തന്നെ എന്തെങ്കിലും പെരുമാറാനാണെന്നുണ്ടെങ്കിൽ സ്പേസ് കൊടുത്ത് തന്നെയാണ് ചേർന്നത്. 5 സെൻറ്റ് സ്ഥലം ഉള്ളതുകൊണ്ട്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് തെക്ക് വശത്താണ്. നേരെ കിഴക്ക് വശത്തേക്ക് വന്നു. ഇത് കിഴക്ക് വശം, ഇത് തെക്ക് വശമാണ്. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒന്ന് ചുറ്റി ഇപ്പോൾ നമ്മൾ വടക്ക് കിഴക്ക് ഭാഗത്തേക്കും വന്നു കഴിഞ്ഞു. പോർച്ച് വന്നിരിക്കുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നല്ലൊരു പോർച്ചും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. നല്ല വിശാലമായുള്ളൊരു സിറ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 2 ചെയർ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഗ്രാനൈറ്റിൽ തന്നെയാണ് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് ടെക്സ്റ്റ് വർക്ക് വന്നിരിക്കുന്നതും ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷൂ റാക്കാണ് ഈ കാണുന്നത്. മേലെ ഒരു ഗ്രാനൈറ്റ് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇരിക്കാനുള്ള സ്പേസ് ആയിട്ട് നമുക്ക് അതിനെ യൂസ് ചെയ്യാം. നേരെ നമുക്ക് വീടിനകത്തേക്ക് വരാം. 2 പീസ് ഡോറാണ് വന്നുള്ളത്. 2 പീസ് നല്ല മരത്തിൽ തീർത്ത ഡോറ് വന്നിട്ടുണ്ട്. അതും നോർത്ത് സൈഡിലേക്കാണ് വന്നുള്ളത്. വീടിൻ്റെ ദർശനം ഒരിക്കൽ കൂടി പറയുകയാണ്, നോർത്തിലേക്കാണ്. നേരെ നമ്മൾ ലിവിങ് സ്പേസിലേക്ക് വന്നു. വലിയൊരു ലിവിങ് സ്പേസ് എന്ന് അവകാശപ്പെടാനില്ലെങ്കിലും നല്ലൊരു ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഫ്രഞ്ച് വിൻഡോസ് ആയിട്ട് 3 പാളി ജനൽ വന്നിട്ടുണ്ട്. മേലെയായിട്ട് ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. വാം LED ലൈറ്റുകൾ തന്നെയാണ് അവിടെയും കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഫ്രണ്ടിലായിട്ടാണ് ഇവിടെ ടി യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. ഗർജൻ പ്ലൈവുഡിലാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് പോവാം. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഡൈനിങ് സ്പേസിലാണ്. നല്ലൊരു ഡൈനിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. മേലെയായിട്ട് സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരേണ്ടതുണ്ട്. നേരെ കിച്ചണിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് വാഷ് ഏരിയ കാണാനുണ്ട്. നമുക്ക് വാഷ് ഏരിയയിലേക്ക് ഒന്ന് പോവാം. സ്റ്റെയറിനടി പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് ആയിട്ട് നമുക്ക് അതിനെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഡൈനിങ് സ്പേസിൽ നിന്ന് മാറി ഒതുങ്ങിയാണ് ഈ വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു കൗണ്ടർ വാഷ് ബേസും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഗ്രാനൈറ്റിന്റെ മേലെയാണ് അത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ജാങ്കോന്റെ വാഷ് ബേസിനാണ് വന്നുള്ളത്. പില്ലർ കോക്ക് വന്നിരിക്കുന്നത് സെറേഡയാണ്. നല്ലൊരു മിറർ വന്നിട്ടുണ്ട്. ടെക്സ്ചർ വർക്ക് വന്നിട്ടുണ്ട്. ലൈറ്റ് വരുന്നുണ്ട്. അപ്പം നല്ലൊരു വാഷ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടി. ഈ ടെക്സ്ചർ വർക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണിലേക്ക് വരാം. നേരെ കിച്ചൺ 2 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ്. 2 പാർട്ടായിട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡും ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡുമാണ്. അപ്പം നോർത്തിലേക്ക് നമുക്ക് ഫുഡും ഹോപ്പും അറേഞ്ച് ചെയ്യാവുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മേലെ ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ധാരാളം കൊടുത്തിട്ടുണ്ട്. ഒരു L ഷേപ്പിൽ തന്നെ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. ടാപ്പും വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പവർ പോയിന്റ് അവിടേക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി സെക്കൻഡ് പൊസിഷനിലേക്ക് വരാം.
നോർത്ത് സൈഡിലേക്ക് നമുക്ക് ഫുഡും ഹോപ്പും അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസിൻ്റെ ലൈനും മറ്റുമൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അതും ഒരു എൽ ഷേപ്പിൽ തന്നെയാണ് വന്നുള്ളത്. മേലെയായിട്ട് സ്റ്റോറേജ് സ്പേസ് ധാരാളം കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു സെക്കൻഡ് കിച്ചനും കൂടി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബെഡ്റൂമിലേക്കാണ് പോകാൻ പോകുന്നത്. നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ പോവാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിലാണ്. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് മാസ്റ്റർ ബെഡ്റൂം വന്നുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് 14 അടി നീളം വന്നിട്ടുണ്ട്. 11 അടിയോളം വീതിയും വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല കബോർഡ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ രണ്ടായിട്ട് തുറക്കാവുന്ന രീതിയിലും ഇവിടെ ഡ്രസ്സിംഗ് ടേബിളും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് ഒന്ന് വരാം. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. വിശാലമായുള്ളൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. വയൽ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാം സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് വന്നുള്ളത്. ഇവിടെ ഒരു ഡൈവേർട്ടർ വന്നിട്ടുണ്ട്, അതും സെറയുടെ തന്നെയാണ്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ആംഗിൾ വാൽവ് വരെ സെറയുടെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വാഷ് ബേസിനും മിററും ലൈറ്റും ഒക്കെ വന്നിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഡോറാണ്. നല്ല ഭംഗിയുള്ളൊരു ഡോറും കൊടുത്തിട്ടുണ്ട്, അതും ഫൈബർ ഡോർ തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂമിൽ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ നീളം വരുന്നത് 12 അടി നീളം വന്നിട്ടുണ്ട്. 12 അടി വീതിയും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാം വാം ലൈറ്റ് തന്നെയാണ്. ഇത് സൗത്ത് സൈഡ്, ഇത് ഈസ്റ്റ് സൈഡാണ് വന്നിട്ടുള്ളത്. ഇവിടെയായിട്ട് നല്ല രീതിയിൽ കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലും ഇവിടെ ഒരു നല്ലൊരു ഡ്രസ്സിംഗ് ടേബിളും മിററും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരാം. സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ് എല്ലാം വന്നുള്ളത്. ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, അതുപോലെ തന്നെ ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മിററും അതുപോലെ തന്നെ നല്ലൊരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സോസ്റ്റിനുള്ള പോയിന്റ് ഇട്ടിട്ടുണ്ട്, ഫാൻ വെച്ചിട്ടില്ല. ഫൈബർ ഡോർ തന്നെയാണ് വന്നുള്ളത്. നല്ല ഡോറും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകാം. നേരെ സ്റ്റെയറിലേക്ക് വരാം. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റിൽ തന്നെയാണ് വന്നുള്ളത്. ഈസി ആയിട്ട് നമുക്ക് മേലേക്ക് കയറാം. ഈ കാണുന്ന ഭിത്തിയിൽ ഒരു കളറിൻ്റെ പാറ്റേണിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇത് വരുന്നത് വെസ്റ്റ് സൈഡാണ്. അവിടെയായിട്ട് 2 പാളി ജനൽ, പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. ഒരു വുഡിൻ്റെ ടെക്സ്റ്റോ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അപ്പർ ലിവിംഗ് സ്പേസ് ആണ് ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അപ്പർ ലിവിംഗ് സ്പേസ്. നല്ലൊരു ടി യൂണിറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. പവർ പോയിന്റും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. സീലിംഗ് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. അപ്പം ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ താഴത്തെ അതേ പൊസിഷനിലുള്ള മേലത്തെ ബെഡ്റൂമിലാണ്. 12 അടി നീളം, 12 അടി വീതി. ഇങ്ങനെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ലൈറ്റ് വരുന്നുണ്ട്. നല്ലൊരു വാൾഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. 2 പാർട്ടായിട്ട് തുറക്കാം. ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇനി ബാത്റൂമിലേക്ക് വരാം. സ്പേഷ്യസ് ആയിട്ട് ബാത്റൂം തന്നെയാണ്. സെറയുടെ സിംഗിൾ പീസ് ക്ലോസറ്റ്, ഹീറ്റിൻ്റെ പോയിന്റ്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഷവർ കോക്കും 2 ടാപ്പും വന്നിട്ടുണ്ട്. ചെറിയൊരു വാഷ് ബേസും വന്നിട്ടുണ്ട്. മിറർ, ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈല്, ഭിത്തി ഗ്ലോസിയാണ്. നല്ലൊരു ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. ഇതിൻ്റെ നീളം 13 അടി നീളം വരുന്നുണ്ട്. 13 അടി നീളം, 10 അടി വീതിയാണ് വന്നുള്ളത്. ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡാണ്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീലിംഗ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. 2 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട്. വലിയൊരു മിറർ വരുന്നുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. ഇവിടെയായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിന് പവർ പോയിന്റ് വരുന്നുണ്ട്. ഇവിടെ ഒരു നല്ലൊരു കൗണ്ടർ കൊടുത്ത് നമുക്കൊരു മിററൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇനി ബാത്റൂമിലേക്ക് വരാം. സെറയുടെ സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ്. ഷവർ കോക്ക്, റെയിൻ ഷവർ, 2 ടാപ്പ്, വാഷ് ബേസിൻ, മിറർ, ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. താഴെ മാറ്റ്, ഭിത്തി വന്നിരിക്കുന്നത് ഗ്ലോസി. ഡോറിന് മാറ്റമൊന്നുമില്ല, സെയിം ഡോർ തന്നെയാണ് വന്നുള്ളത്. അപ്പം നല്ല വലിപ്പമുള്ളൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റഡി റൂമിലേക്ക് പോവാം. ഇതൊരു സ്റ്റഡി റൂമാണ്. ഇതിൻ്റെ നീളം വരുന്നത് 10 അടി നീളം വരുന്നുണ്ട്. 8 അടിയോളം വീതിയും വരുന്നുണ്ട്. ചെറിയൊരു സ്റ്റഡി റൂമാണ്. ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഓഫീസ് റൂമൊക്കെ ആക്കി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മേലെ സീലിംഗ് ലൈറ്റുകളും അതുപോലെ തന്നെ ഇന്ത്യയിലൊക്കെ ചെയ്ത് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ കാണുന്നത് വെസ്റ്റ് സൈഡാണ്. അപ്പം നല്ല രീതിയിൽ 3 പാളി ജനലും വന്നിട്ടുണ്ട്. അപ്പോൾ മരങ്ങളെല്ലാം തന്നെ ആഞ്ഞിലയും മഹാഗണിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാം ഡോറുകളും മരത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് യൂട്ടിലിറ്റിയിലേക്ക് പോവാം.
ഈ കാണുന്നതാണ് യൂട്ടിലിറ്റി. ഫുള്ളി കവർ ചെയ്തിട്ടുണ്ട്, മേലെ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഇവിടെയായിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്, വാട്ടർ ലൈൻ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വാഷ് ബേസിൻ നമുക്ക് ഇവിടെ വയ്ക്കാം. അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. അല്ലെങ്കിൽ മേലെ പോയി നമുക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന രീതിയിൽ സ്ലൈഡ് ചെയ്തിട്ട് വിശാലമായുള്ളൊരു ഓപ്പൺ ഡ്രസ് ഏരിയയാണ്. അത് നമുക്ക് ഡ്രസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി യൂസ് ചെയ്യാം. ഇപ്പോൾ ലാഡർ വന്നിരിക്കുന്നതൊക്കെ സ്ക്വയർ ട്യൂബിൽ തന്നെയാണ് ചേർന്നത്. താഴെ ഒട്ടിച്ചിരിക്കുന്ന ടൈൽ ഒരു മാറ്റ് ടൈലാണ്, വുഡിൻ്റെ ടെക്സ്ചറാണ് എന്നുള്ളത്. അപ്പോൾ നല്ലൊരു യൂട്ടിലിറ്റി കണ്ടു. ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ബാൽക്കണിയിലാണ് എന്നുള്ളത്. നല്ല വിശാലമായുള്ളൊരു ബാൽക്കണിയാണ്. ഈ ഭാഗത്ത് നല്ലൊരു ഹാങ്ങിങ് ഊഞ്ഞാലൊക്കെ കൊടുത്ത് ഭംഗിയാക്കാവുന്നതാണ്. നല്ല സ്പേഷ്യസ് ആണ്. മാത്രമല്ല ഇതിൻ്റെ മേലെയായിട്ട് സ്ക്വയർ ട്യൂബിൽ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലെ പോളികാർബണേറ്റിൻ്റെ കൂടി ഷീറ്റ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ടുള്ള ടെക്സ്ചർ വർക്കും ലൈറ്റുകളാണ് വരുന്നത്. ഇവിടെയായിട്ട് സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനും CNC കട്ടിങ്ങും ഒക്കെ വരുന്നുണ്ട്. ഈ കാണുന്നത് താഴെ ഗ്ലാസ് തന്നെയാണ് വന്നുള്ളത്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിലാണ് വന്നുള്ളത്. ഈ കാണുന്നത് സ്റ്റേറ്റ് ഹൈവേ തന്നെയാണ്. നേരെ ഫ്രണ്ടിൽ സ്റ്റേറ്റ് ഹൈവേ ആണ്. അതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് നല്ലൊരു വീട് നമ്മൾ കണ്ടു കഴിഞ്ഞത്. മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. 5 സെൻറ്റാണ് ലാൻഡ് വരുന്നത്. 2200 സ്ക്വയർ ഫീറ്റ്, 4+ സ്റ്റഡി പ്ലസ് യൂട്ടിലിറ്റിയും കൂടിയാണ് വീട്. 83 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വിലയാണ്. വില നെഗോഷ്യബിൾ ആണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയതുകൊണ്ട് തന്നെ എല്ലാ ബാങ്കിൽ നിന്നും നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. മാത്രമല്ല ലോൺ അസിസ്റ്റ് ചെയ്യുന്നതിനും രജിസ്ട്രേഷൻ ആവശ്യമായുള്ള പേപ്പർ വർക്കും എല്ലാം നിങ്ങളുടെ കൂടെ നിന്ന് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. 40 ലക്ഷം രൂപ മുതൽ മേളിലേക്ക് നമുക്ക് വീടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിനിണങ്ങുന്നതും നിങ്ങളുടെ ബഡ്ജറ്റിനിണങ്ങുന്നതുമായിട്ടുള്ള വീടുകൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരുപാട് വീടുകളുടെ കളക്ഷൻസ് ഉള്ളതുകൊണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ലാൻഡ് വേണമെങ്കിൽ ലാൻഡ്, അല്ലെങ്കിൽ വീടാണെങ്കിൽ വീട്, എന്തിനും നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.